പറയേണ്ട സമയത്ത് അത് പറയുന്ന ആളാണ് ഞാൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ശ്വേതാ മേനോന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: സിനിമയിൽ നിന്ന് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും പോരാടേണ്ട സമയങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അന്ന് പോരാടിയിട്ടുണ്ടെന്നും ആ പ്രതികരണത്തിനൊപ്പം തന്നെ അവർ അന്ന് കൂട്ടിച്ചേർത്തു. ആ പോരാട്ടം അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോഴും ശ്വേത തുടർന്നു. അമ്മയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആകാൻ ഇറങ്ങി തിരിച്ച ശ്വേതയ്ക്ക് നേരെ എന്നാൽ ചില തൽപര കക്ഷികൾ ചീമുട്ടയെറിഞ്ഞത് ഒരു സ്ത്രീയുടെ അന്തസ്സിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ്. വ്യക്തിഹത്യ ചെയ്തും മാനം കെടുത്തിയും തളർത്താനും പിന്തിരിപ്പിക്കാനുമായിരുന്നു ആ ശ്രമങ്ങളൊക്കെയും. മലയാളിയുടെ കപട സദാചാരത്തിന്റെ മറപറ്റിയുള്ള ഒട്ടും നൈതികമല്ലാത്ത നീക്കം. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സര രംഗത്തുണ്ടായിരുന്ന ജഗദീഷ് പിന്മാറിയതോടെയാണ് കേട്ടാലറയ്ക്കുന്ന ആരോപണങ്ങളുമായി ചിലർ രംഗത്തെത്തിയത്. അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് ശ്വേത പണം സമ്പാദിച്ചു, അടുത്തിടപഴകി അഭിനയിച്ച രംഗങ്ങൾ അശ്ലീല വെബ്സൈറ്റുകളിൽ പ്രചരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ആ പരാതിയിലെ ഉള്ളടക്കം. പക്ഷേ അശ്ലീലമെന്ന് ചൂണ്ടിക്കാട്ടിയ ആ ചിത്രത്തിനാണ് ശ്വേതയ്ക്ക് സംസ്ഥാന പുരസ്കാരം ലഭിച്ചിട്ടുള്ളതെന്ന് കപട സദാചാരവാദികളും അവരെ ഇറക്കി പിന്നിൽ നിന്ന് കളിച്ചവരും മറന്നുപോയി. ശ്വേത അഭിനയിച്ച രംഗങ്ങളിൽ ഒന്നും തനിച്ചായിരുന്നില്ലെന്നും അപ്പുറത്ത് ഒരു പുരുഷനുണ്ടായിരുന്നെന്നും അവർ മറന്നു. ആ നടന്മാർക്കൊന്നുമില്ലാത്ത പ്രശ്നം എന്തുകൊണ്ട് ശ്വേതയ്ക്ക് നേരെ മാത്രം ഉയരുന്നു? അതിന് ഉത്തരം ഒന്ന് മാത്രമേ ഉള്ളൂ: നിവർന്നു നിൽക്കാൻ കെൽപ്പുള്ള സ്ത്രീകളെ മാനം കെടുത്തി തളർത്തി പിന്തിരിപ്പിക്കുക, അധികാര കസേരയിലേക്കുള്ള അവളുടെ ചുവടുകളെ പരമാവധി തടയുക. അതിന് പറ്റിയ ഇരയായിരുന്നു എതിരാളികൾക്ക് ശ്വേത. കാരണം സമൂഹത്തിന്റെ പൊതു മാനദണ്ഡങ്ങൾക്കുള്ളിൽ കൂച്ചുവിലങ്ങിട്ട് നിന്നിരുന്ന അടക്കവും ഒതുക്കവുമുള്ള നടിയായിരുന്നില്ല, പെണ്ണായിരുന്നില്ല ശ്വേത. അവർക്കിഷ്ടമുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞു, നായകന്മാർക്കൊപ്പം ആടിപ്പാടി. അങ്ങനെ നീളും ആ ലിസ്റ്റ്. നായകൻ ആരെന്ന് നോക്കി സാറ്റലൈറ്റ് റേറ്റുകൾ നിശ്ചയിക്കപ്പെടുന്ന ലൈറ്റ് ബോയ് മുതൽ സംവിധായകൻ വരെയുള്ള ശ്രേണിയിൽ ഭൂരിപക്ഷവും പുരുഷന്മാരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഇടമാണ് സിനിമ. ആണഹന്തയും മാടമ്പിത്തരവും വേണ്ടുവോളമുള്ള ഒരു പുരുഷ കേന്ദ്രീകൃത ഷോ ബിസിനസ്. എന്നാൽ ഇവിടെ ശ്വേതാ മേനോൻ എന്ന പേരിനെ മലയാളികൾ തുടക്കം മുതൽ നോക്കിക്കണ്ടത് ഒരു സെക്സ് സിംബൽ ആയിട്ടാണ്. ശ്വേത അവർക്ക് കാമസൂത്രയിൽ അഭിനയിച്ച മോഡലും പുളകം കൊള്ളിക്കുന്ന രതിചേച്ചിയും മാത്രമായിരുന്നു. അതല്പമെങ്കിലും മാറുന്നത് മിനിസ്ക്രീൻ റിയാലിറ്റി ഷോകളിലെ ജഡ്ജും ഹോസ്റ്റുമായി അവരെത്തുന്നതോടെയാണ്. വിവാഹം കഴിഞ്ഞ് സാരിയുടുത്ത് സിന്ദൂരമണിഞ്ഞെത്തിയ ശ്വേതയെ അവർ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു, വളകാപ്പ് നടത്തി പ്രസവത്തിന് വരെ അയച്ചു. പക്ഷേ കളിമണ്ണ് എന്ന സിനിമയ്ക്ക് വേണ്ടി സ്വന്തം പ്രസവം ചിത്രീകരിച്ചെന്ന പേരിൽ അവർക്ക് നേരെ സമൂഹം വീണ്ടും കല്ലെറിഞ്ഞു. പ്രസവം ചിത്രീകരിച്ചത് പോയിട്ട് ഭർത്താവ് അവർക്കൊപ്പം ലേബർ റൂമിൽ കയറിയതുപോലും അന്നത്തെ സ്ത്രീകളടക്കമുള്ള സമൂഹത്തിന് ദഹിക്കുന്നതേ അല്ലായിരുന്നു. അങ്ങനെ ശ്വേത അവർക്ക് മുന്നിൽ ഒന്നിനും മടിക്കാത്ത ഒരുമ്പെട്ടവളായി. വ്യക്തിജീവിതത്തിൽ സ്ലീവ്ലെസ് ധരിക്കാൻ പോലും വലിയ താല്പര്യമില്ലെന്ന് പറഞ്ഞ ശ്വേതയെ അവർ അഭിനയിച്ച വേഷങ്ങളുടെയും ധരിച്ച വസ്ത്രങ്ങളുടെയും പേരിൽ മാത്രം ഈ സമൂഹം അളന്നു. പക്ഷേ ബ്യൂട്ടിക്കൊപ്പം ബോൾഡ്നെസ്സും വേണ്ടുവോളമുള്ള സ്ത്രീയായിരുന്നു ശ്വേത. ഞാൻ പുരുഷന്മാരെ ഫ്ലേർട്ട് ചെയ്യാറുണ്ടെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്ര സ്ത്രീകൾക്ക് ഒരു പേടിയും കൂടാതെ തുറന്നു പറയാനാകും? ആ തന്റെ ഇടത്തിന്റെ കൂടി പേരായിരുന്നു ശ്വേത. താരസംഘടനയായ അമ്മ രൂപം കൊണ്ടിട്ട് 3 പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു. മുരളിക്കും മധുവിനും ഇന്നസെന്റിനും മോഹൻലാലിനും തുടർച്ചയായി അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്വേത വരുമ്പോൾ അവർക്ക് ഇടവും വലവുമായി കരുത്തു പകരാൻ കുക്കു പരമേശ്വരനും ലക്ഷ്മിപ്രിയയും അൻസിബയും ഒപ്പമുണ്ട്. 4 പെണ്ണുങ്ങൾ. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി പറഞ്ഞതുപോലെ നേതൃസ്ഥാനത്ത് തങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ഒരു സ്ത്രീയുണ്ടെന്ന വിശ്വാസത്തിൽ സ്ത്രീകൾക്ക് ഇനി ധൈര്യമായി പരാതിയുമായി അവിടെ എത്താം. ഇവർ പ്രതീക്ഷയാണ്. സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്നതിനൊപ്പം മലയാള സിനിമയിലെ താരങ്ങളെ എല്ലാ അർത്ഥത്തിലും നയിക്കാൻ കെൽപ്പുള്ളവരാണിവർ. അളവറ്റ ആണധികാര പ്രയോഗങ്ങളുടെ പേരിൽ അനേകം തവണ വിമർശിക്കപ്പെട്ടിട്ടുള്ള സംഘടനയാണ് അമ്മ. അതുകൊണ്ട് തന്നെ ചരിത്രപരമായ ആ അനീതികൾക്കുള്ള പരിഹാരവും മറുപടിയും കൂടിയാണ് അമ്മയുടെ തലപ്പത്തേക്കുള്ള സ്ത്രീകളുടെ ഈ വിജയം. എല്ലാത്തിന്റെയും തുടക്കം ആ ദിവസത്തിൽ നിന്നാണ്. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നുള്ള യാത്രയിൽ ക്വട്ടേഷൻ സംഘാംഗങ്ങളാൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ട ആ നടി അന്ന് ഇത് തന്റെ വിധിയെന്ന് കരുതി മിണ്ടാതിരുന്നുവെങ്കിൽ ഒരു കാലത്തും സിനിമയിലെ ആണധികാരം വിചാരണ ചെയ്യപ്പെടുമായിരുന്നില്ല. ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പം നിന്ന് സിനിമാ ലോകത്തെ സ്ത്രീ വിവേചനങ്ങളെ തുറന്നുകാട്ടാൻ തങ്ങളുടെ കരിയർ പോലും ബലി കൊടുത്ത് ഇറങ്ങിത്തിരിച്ച ഏതാനും വനിതാ ചലച്ചിത്ര പ്രവർത്തകരുടെ കൂടി പോരാട്ടങ്ങളുടെ വിജയമാണിത്. അവരെ കൂടി ഓർക്കാതെ ഈ ദിനം പിന്നിടാനാവില്ല.